ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 11-ാം അധ്യായമായിരുന്നു. അതായത് കാലപരിണാമം, കാലം എങ്ങനെയുണ്ടായി, അതിൻ്റെ പരിണാമങ്ങൾ എന്തെല്ലാം, ആ കാലത്തിൻ്റെ സ്ഥൂല സൂക്ഷ്മ ഘടകങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ ഭാഗവതത്തിൽ കഴിഞ്ഞ ഭാഗത്ത് ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ ഭഗവാൻ ബ്രഹ്മദേവന് കൊടുക്കുന്ന നിർദ്ദേശമനുസരിച്ച് നൈമിത്തിക പ്രളയം, അതായത് ബ്രഹ്മദേവൻ്റെ ഒരു രാവ്, ഒരു പകല്, ഒരു രാവ്, അതിനുശേഷം ഉണ്ടാകുന്ന ആ രാത്രിയുടെ അവസാനത്തിൽ, നൈമിത്തിക പ്രളയത്തിൻ്റെ അവസാനത്തിൽ സൃഷ്ടി തുടങ്ങുകയാണ് ബ്രഹ്മദേവൻ. ആ ബ്രഹ്മദേവൻ്റെ പകലാകുന്ന ഒരു കൽപ്പം കഴിയുന്നത് വരെ, ഒരു കൽപ്പം എന്ന് വെച്ചാൽ 1000 ചതുർയുഗങ്ങൾ, 4 യുഗങ്ങൾ 1000 തവണ ആവർത്തിക്കുന്നതിനെയാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വളരെ വിശദമായി കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ അതാണ് ബ്രഹ്മദേവൻ്റെ ഒരു കൽപ്പം എന്ന് പറയുന്നത്, 1000 ചതുർയുഗങ്ങൾ. ആ ചതുർയുഗങ്ങൾ 1000 കഴിഞ്ഞു കഴിയുമ്പോൾ ബ്രഹ്മദേവൻ്റെ പകലാകുന്ന കൽപ്പം കഴിയുന്നത് വരെയും ബ്രഹ്മദേവൻ തൻ്റെ സൃഷ്ടി തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ ബ്രഹ്മൻ്റെ പകലാകുന്ന കൽപ്പകാലം 14 മനുക്കളുടെ ഭരണകാലമാണ്. അതിനെക്കുറിച്ചും പറഞ്ഞിരുന്നു. 71, 72 യുഗങ്ങൾ ചേരുമ്പോൾ അത്രയും ചതുർയുഗങ്ങൾ ചേരുമ്പോൾ ഒരു മന്വന്തരമാകുന്നു. അങ്ങനെ 14 മന്വന്തരങ്ങളാണ് ഒരു കൽപ്പത്തിൽ ഉള്ളത് എന്നും പറഞ്ഞിരുന്നു. ഓരോ മന്വന്തരത്തിലും പ്രത്യേകം മനുക്കളും അവരുടെ വംശത്തിൽ ജനിച്ചവരും, അതായത് പുത്രന്മാർ, പൗത്രന്മാരും, ഋഷികളുണ്ടാകും, ദേവന്മാരുണ്ടാകും, ഇന്ദ്രന്മാരുണ്ടാകും, അവരെ അനുവർത്തിക്കുന്ന ഗന്ധർവന്മാരും അപ്സരസുകളും, അങ്ങനെ ധാരാളം പേർ മാറി മാറി സംഭവിച്ചു കൊണ്ടിരിക്കും ഓരോ മന്വന്തരത്തിലും. ഇത് 3 ലോകങ്ങളെയും പ്രവർത്തിപ്പിച്ചുകൊണ്ടുള്ള ബ്രഹ്മദേവന്റെ ദിവസേനയുള്ള സൃഷ്ടിയാണ്. ആ സൃഷ്ടിയിൽ കർമ്മഫലം അനുഭവിക്കുന്നതിനായി തിര്യക്കുകൾ, മനുഷ്യർ, പിതൃക്കൾ, ദേവന്മാർ എന്നിവരുടെ ഉൽപ്പത്തി ഉണ്ടാകുന്നു. ഓരോ മന്വന്തരത്തിലും ഭഗവാൻ സത്വഗുണത്തെ അവലംബിച്ച് തൻ്റെ തന്നെ സ്വരൂപങ്ങളായ മനുക്കളിലൂടെയും മറ്റും പൗരുഷത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തെ സംരക്ഷിക്കുന്നു. പ്രളയത്തിൽ തമോ ഗുണത്തിൻ്റെ അംശത്തെ സ്വീകരിച്ച് എല്ലാറ്റിനെയും സംഹരിച്ച് നിഷ്ക്രിയനായിരിക്കുന്നു. ബ്രഹ്മദേവന്റെ രാത്രിയാകുന്ന നൈമിത്തിക പ്രളയത്തിൽ സൂര്യനും ചന്ദ്രനും ഇല്ലാതായിത്തീരുന്നു. ആ കാലത്ത് ഭൂമി, അന്തരീക്ഷം, സ്വർഗം എന്നീ 3 ലോകങ്ങളും ഭഗവാനിൽ ലയിക്കുന്നു. പ്രളയകാലത്ത് സംഘർഷണന്റെ മുഖത്തു നിന്നും പുറപ്പെടുന്ന അഗ്നിയാൽ 3 ലോകങ്ങളും ദഹിക്കുമ്പോൾ ഭൃഗു മുതലായ മഹർഷിമാർ മഹർലോകത്തെ ഉപേക്ഷിച്ച് സത്യലോകത്തിലേക്ക് പോകുന്നു. അപ്പോഴേക്കും ഭയങ്കര ശബ്ദത്തോടു കൂടിയവയും കൊടുങ്കാറ്റിനാൽ ഇളക്കി മറിക്കപ്പെട്ട തിരമാലകളോട് കൂടിയവയുമായ സമുദ്രങ്ങൾ 3 ലോകങ്ങളെയും മുക്കിക്കളയുന്നു. ആ പ്രളയജലത്തിൽ ആദിനാരായണനായ ഭഗവാൻ ജനലോകത്തിലെ മുനികളാൽ സ്തുതിക്കപ്പെട്ടവനായി ആദിശേഷനിൽ യോഗനിദ്രയെ അവലംബിച്ച് ശയിക്കുന്നു. 2000 ചതുർയുഗമാണ് ബ്രഹ്മദേവന്റെ ഒരു ദിവസം. അങ്ങനെ 360 ദിവസങ്ങൾ കൂടി ചേർന്നാൽ ബ്രഹ്മദേവന് ഒരു വയസ്സാകും. ആ കണക്ക് പ്രകാരം 100 വയസ്സാണ് ബ്രഹ്മദേവന്റെ ആയുസ്. 2 പരാർത്ഥങ്ങൾ കൂടിയ കാലമാണിത്. ആദ്യത്തെ പരാർത്ഥം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ രണ്ടാമത്തെ പരാർത്ഥം
തുടങ്ങിയിരിക്കുന്നു. അതായത് ബ്രഹ്മദേവന് 50 വയസ്സ് പ്രായം കഴിഞ്ഞിരിക്കുന്നു. മുൻപിലെ, അതായത് ആദ്യത്തെ പരാർത്ഥത്തിൻ്റെ ആരംഭത്തിൽ ബ്രാഹ്മം എന്ന കൽപ്പമുണ്ടായി. വേദസ്വരൂപനായ ബ്രഹ്മദേവൻ ഉണ്ടായത് ആ കൽപ്പത്തിലാണ്. അതിനാലാണ് ആ കൽപ്പത്തിന് ബ്രാഹ്മം, ബ്രഹ്മനുണ്ടായ കൽപ്പം എന്ന പേര് വന്നത്. അതിനുശേഷം പത്മം എന്ന കൽപ്പമുണ്ടായി. ആ കൽപ്പത്തിൽ വിഷ്ണു ഭഗവാന്റെ നാഭിയിൽ നിന്ന് ലോകകാരണമായ താമരപ്പൂവ് ഉണ്ടായി. അതിനാൽ അതിനെ പാത്മകമലമെന്ന് പറയുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൽപ്പം രണ്ടാമത്തെ പരാർത്ഥത്തിൻ്റെ ആദ്യത്തിലുള്ളതാണ്. 2 പരാർത്ഥങ്ങൾ കഴിഞ്ഞു, അതിൻ്റെ ആദ്യത്തിലുള്ള കൽപ്പമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൽപ്പത്തിലാണ് ഭഗവാൻ വരാഹമായി അവതരിച്ചത്. അതുകൊണ്ട് ഈ കൽപ്പത്തിൻ്റെ പേർ വാരാഹമെന്നായി. അപ്പോൾ താമരപ്പൂവിൽ ബ്രഹ്മദേവനുണ്ടായപ്പോൾ ബ്രാഹ്മ കൽപ്പം, അതിനുശേഷം വിഷ്ണു ഭഗവാനുണ്ടായ പാത്മകമലം, ആ ഭഗവാന്റെ ആ പത്മ കമലത്തെക്കുറിച്ച്, താമരപ്പൂവിൽ ഭഗവാൻ ഉണ്ടായതിനെ പാത്മകൽപ്പമെന്ന് നമ്മൾ പറയുന്നു. അതിനുശേഷം ഉണ്ടായ ഭഗവാൻ അവതാരം ചെയ്ത വരാഹമാണ്. വരാഹമായി അവതരിച്ചത് വാരാഹ കൽപ്പമായി അറിയപ്പെടുന്നു. ബ്രഹ്മദേവന്റെ ആയുഷ്കാലമായ 2 പരാർത്ഥകാലം പരബ്രഹ്മസ്വരൂപിയായ ഭഗവാന് ഒരു നിമേഷ നേരമേ ആകുന്നുള്ളൂ. പരമാണു മുതൽ പരമാർത്ഥം വരെ വ്യാപിച്ചിരിക്കുന്ന കാലം സർവവ്യാപിയായ ബ്രഹ്മത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളതല്ല. ശരീരം, ഗൃഹം മുതലായവയിൽ അഭിമാനിക്കുന്ന ജീവന്മാരെ മാത്രമേ കാലത്തിന് നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. ഭഗവാൻ അതുകൊണ്ടാണ് കാലാതീതനെന്ന് പറയുന്നത്. പ്രകൃതി, മഹത്വം, അഹങ്കാരം, ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങൾ എന്നീ 8 തത്വങ്ങളോടും അവയുടെ വികാരങ്ങളായ 16 തത്വങ്ങളും കൂടിച്ചേർന്നാണ് വിരാട് സ്വരൂപത്തെ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങൾ, അത് അത്രയും കൂടിയപ്പോൾ 8 തത്വങ്ങൾ, അവയുടെ വികാരങ്ങളായ 16 തത്വങ്ങൾ, ഇവയെല്ലാം കൂടി ചേർന്നാണ് വിരാട് സ്വരൂപത്തെ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് മനസ്സ്, 5 ഇന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, ആകാശം തുടങ്ങുന്ന പഞ്ചമഹാഭൂതങ്ങൾ, ഇവയാണ് 16 വികാരങ്ങൾ. ഇതൊക്കെ മുൻപുള്ള ഭാഗങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. 50 കോടി യോജന വലിപ്പമുണ്ട് ഭൂമിക്ക്. അതിൻ്റെ 10 ഇരട്ടി ജലത്തിനും വലിപ്പമുണ്ട്. അതിൻ്റെ 10 ഇരട്ടി അഗ്നിക്ക് വലിപ്പമുണ്ട്. അതിൻ്റെ 10 ഇരട്ടി വായുവിനും വലിപ്പമുണ്ട്. വായുവിൻ്റെ 10 ഇരട്ടി ആകാശത്തിനും, ആകാശത്തിൻ്റെ 10 ഇരട്ടി അഹങ്കാരത്തിനും, അതിൻ്റെ 10 ഇരട്ടി മഹത്തത്വത്തിനും വലിപ്പമുണ്ട്. മഹത്തത്വത്തിൻ്റെ 10 ഇരട്ടി വലിപ്പമാണ് പ്രകൃതിക്ക്. ഭൂമിയെ ജലവും, ജലത്തെ അഗ്നിയും, അഗ്നിയെ വായുവും, വായുവിനെ ആകാശവും, ആകാശത്തെ അഹങ്കാരവും, അഹങ്കാരത്തെ മഹത്തത്വവും, മഹത്തത്വത്തെ പ്രകൃതിയും ആവരണം ചെയ്തിരിക്കുന്നു. ഇതാണ് ഒരു ബ്രഹ്മാണ്ഡത്തിൻ്റെ വലിപ്പം. അങ്ങനെയുള്ള കോടിക്കണക്കിന് ബ്രഹ്മാണ്ഡങ്ങൾ പരമാണുക്കളെ പോലെ പാറി പറന്നുകൊണ്ടിരിക്കുന്ന സ്ഥാനമാണ് ബ്രഹ്മം. എല്ലാറ്റിനും മൂലകാരണവും പുരുഷോത്തമനുമായ ഭഗവാന്റെ വാസ്തവ സ്വരൂപത്തെ അക്ഷരബ്രഹ്മം അല്ലെങ്കിൽ നിർവികാരവും ഉപാധികളില്ലാത്തതുമായ സച്ചിദാനന്ദ തത്വം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് കാലത്തിൻ്റെ ആ പരിണാമത്തെക്കുറിച്ചും കാലത്തിലേക്ക് എങ്ങനെ ഭഗവാനെ എത്തിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാൻ കാലാതീതനായി നിന്നുകൊണ്ട് കാലത്തിൻ്റെ വലിപ്പത്തെ
നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഇത് ഈ ഭാഗത്ത് വളരെ വിശദമായി പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം 12-ാമത്തെ അധ്യായമാണ് തൃതീയ സ്കന്ധം. അത് ബ്രഹ്മദേവന്റെ പ്രജാസൃഷ്ടിയാണ്. വിതുരരോട് മൈത്രേയ മഹർഷി പറയുന്നതാണ് സന്ദർഭം. അല്ലയോ വിതുര, പരമാത്മാവായ ഭഗവാന്റെ കാലശക്തിയെ ഇങ്ങനെ ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തന്നു. ഇനി ബ്രഹ്മദേവന്റെ സൃഷ്ടിയെ കേൾക്കൂ. ആദ്യമായി ബ്രഹ്മാവ് തമസ്, മോഹം, മഹാമോഹം, താമിശ്രം, അന്ധതാമിശ്രം എന്നിവയെ സൃഷ്ടിച്ചു. ഇവയഞ്ചും അവിദ്യയുടെ സ്വഭാവ ഭേദങ്ങളാണ്. ആത്മസ്വരൂപം അറിയാത്തവരിലാണ് തമസ് ഉണ്ടാകുന്നത്. ശരീരാദികളിൽ ഞാനെന്ന തോന്നലാണ് മോഹം. വിഷയ അനുഭവങ്ങളിലുള്ള ആഗ്രഹമാണ് മഹാമോഹം. ആഗ്രഹത്തിന് തടസ്സം നേരിടുമ്പോഴുണ്ടാകുന്ന ക്രോധമാണ് താമിശ്രം. വിഷയങ്ങൾ നശിക്കുമ്പോൾ താൻ തന്നെ നശിച്ചതായി തോന്നുന്നതാണ് അന്ധതാമിശ്രം. പാപാത്മകമായ ഈ സൃഷ്ടിയെ കണ്ടപ്പോൾ ബ്രഹ്മദേവന് സന്തോഷം തോന്നിയില്ല. അതിനാൽ ഭഗവാനെ ധ്യാനിച്ച് ശുദ്ധമായി തീർന്ന മനസ്സുകൊണ്ട് 4 ഋഷികളെ സൃഷ്ടിച്ചു. അവരാണ് സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നീ മുനിമാർ. അവർ നൈഷ്ഠിക ബ്രഹ്മചാരിമാരും ജന്മനാ തന്നെ ജ്ഞാനസമ്പന്നരുമായിരുന്നു. അതുകൊണ്ടാണ് അവർ ചെറിയ കുട്ടികളായി തന്നെ ബ്രഹ്മചര്യത്തിൽ തന്നെ ഇരിക്കുന്നവരാണ്. ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്ന് വെച്ചാൽ കുട്ടിക്കാലം കഴിഞ്ഞു കൂടുക, വിദ്യ സമ്പാദിക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ തന്നെ നൈഷ്ഠിക ബ്രഹ്മചാരികളായിട്ടാണ് സനകാദികളെ അറിയപ്പെടുന്നത്. പ്രജാസൃഷ്ടി ചെയ്യാനായി ബ്രഹ്മാവ് സനകാദികളോട് പറഞ്ഞു. അവർ മോക്ഷധർമ്മത്തിൽ തൽപരരായിരുന്നു. അതിനാൽ മോക്ഷപ്രാപ്തിക്ക് തടസ്സമായ സൃഷ്ടികർമ്മത്തിൽ അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അവർ ഭഗവാൻ വാസുദേവനിൽ ഉറച്ച ഭക്തിയോടുകൂടിയവരായിരുന്നു. പുത്രന്മാരായ സനകാദികൾ തന്റെ ആജ്ഞയെ നിരസിച്ചപ്പോൾ ബ്രഹ്മാവിന് അസഹ്യമായ ക്രോധമുണ്ടായി. അതിനെ അടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ബ്രഹ്മദേവന്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് ആ ക്രോധം സ്വരൂപം സ്വീകരിച്ച് ഒരു ദേവനായി പുറത്തേക്ക് വന്നു. എല്ലാ ദേവന്മാർക്കും മുൻപുണ്ടായ ആ ദേവൻ എനിക്ക് പേരുകളെയും സ്ഥാനങ്ങളെയും തരൂ എന്ന് പറഞ്ഞ് കരഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങ് ദേവശ്രേഷ്ഠരാണ്. സാധാരണ ഒരു കുട്ടിയെപ്പോലെ കരയരുത്. രോദനം ചെയ്തതിനാൽ അങ്ങയ്ക്ക് രുദ്രൻ എന്ന പേര് ഉണ്ടായി. ആ പേരിൽ അങ്ങ് പ്രസിദ്ധനായി തീരും. ഹൃദയം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, തപസ്, ഇങ്ങനെ 11 സ്ഥാനങ്ങൾ ഞാൻ അങ്ങയ്ക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. മഞ്ഞു, മനു, മഹിസനൻ, മഹാൻ, ശിവൻ, ഋതധ്വജൻ, ഉഗ്രരേതസ്, ഭവൻ, കാലൻ, വാമദേവൻ, ധൃതവ്രതൻ എന്നിവ അങ്ങയുടെ 11 പേരുകളാണ്. ധീവൃത്തി, ഉശന, ഉമ, നിയുത്സ, ഋപി, ഇള, അംബിക, ഇരാവതി, സുധ, ദീക്ഷ എന്നിവർ അങ്ങയുടെ പത്നിമാരാണ്. അവരെ സ്വീകരിച്ച് പ്രജകളെ സൃഷ്ടിക്കൂ. അങ്ങ് പ്രജകളുടെ പതിയാണ്. പിതാവായ ബ്രഹ്മദേവനാൽ ഇങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട രുദ്രൻ ബലം, ആകൃതി, സ്വഭാവം എന്നിവയാൽ തനിക്ക് തുല്യരായ പ്രജകളെ സൃഷ്ടിച്ചു. രുദ്രദേവൻ സൃഷ്ടിച്ചവരും ലോകത്തെ മുഴുവൻ വിഴുങ്ങത്തക്ക വിധത്തിൽ ഭയങ്കരന്മാരുമായ
രുദ്രന്മാരുടെ സംഘത്തെ കണ്ടപ്പോൾ ബ്രഹ്മാവ് വല്ലാതെ പരിഭ്രമിച്ചു. ഇങ്ങനെയുള്ള പ്രജകളെ സൃഷ്ടിച്ചത് മതി. തീക്ഷ്ണങ്ങളായ നോട്ടങ്ങൾ കൊണ്ട് അവർ എന്നെപ്പോലും ദഹിപ്പിക്കുന്നത് പോലെ ഇരിക്കുന്നല്ലോ. എല്ലാവർക്കും ഉണ്ടാവുന്ന വിധത്തിൽ അങ്ങ് തപസ് ചെയ്യൂ. തപസ്സുകൊണ്ട് മനസ്സ് ശുദ്ധമാക്കി തീർന്ന ശേഷം പ്രജാസൃഷ്ടി ചെയ്യാം. പരമജ്യോതിസ്വരൂപനും ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തവനും എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യാമിയായ സ്വരൂപേണ വിളങ്ങുന്നവനുമായ ഭഗവാനെ തപസ്സുകൊണ്ട് മാത്രമേ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ ബ്രഹ്മദേവൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചുകൊണ്ട് രുദ്രദേവൻ തപസ് ചെയ്യുവാനായി വനത്തിലേക്ക് പോയി. താൻ സൃഷ്ടിച്ചവരെയെല്ലാം തൻ്റെ പാർഷദന്മാരാക്കി കൂടെ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെയും സൃഷ്ടികാര്യത്തെപ്പറ്റി തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്ന ബ്രഹ്മാവിന് 10 പുത്രന്മാരുണ്ടായി. അവർ ഭഗവാന്റെ ശക്തിയോടു കൂടിയവരും ലോകത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണഭൂതരുമായിരുന്നു. മരീചി, അത്രി, അങ്കിരിസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ, നാരദൻ എന്നിവരായിരുന്നു ആ 10 പുത്രന്മാർ. ബ്രഹ്മാവിൻ്റെ മടിയിൽ നിന്ന് നാരദനും, കാലിൻ്റെ പെരുവിരലിൽ നിന്ന് ദക്ഷനും, പ്രാണനിൽ നിന്ന് വസിഷ്ഠനും, ത്വക്കിൽ നിന്ന് ഭൃഗുവും, കയ്യിൽ നിന്ന് ക്രതുവും, നാഭിയിൽ നിന്ന് പുലഹനും, കാതുകളിൽ നിന്ന് പുലസ്ത്യനും, മുഖത്തിൽ നിന്ന് അങ്കിരിസും, കണ്ണുകളിൽ നിന്ന് അത്രിയും, മനസ്സിൽ നിന്ന് മരീചിയും ഉണ്ടായി. ബ്രഹ്മദേവന്റെ വലത്തെ സ്തനത്തിൽ നിന്ന് ധർമ്മജൻ അല്ലെങ്കിൽ ധർമ്മൻ എന്ന പ്രജാപതി ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായിട്ടാണ് നരനാരായണന്മാർ അവതരിച്ചത്. ബ്രഹ്മദേവന്റെ പിൻഭാഗത്ത് നിന്ന് അധർമ്മമുണ്ടായി. അധർമ്മത്തിൽ നിന്നാണ് ലോകത്തിനു മുഴുവൻ ഭയത്തെ ഉണ്ടായത്. അങ്ങനെ ലോകത്തെ മുഴുവൻ ഭയത്തെ ഉണ്ടാക്കുന്ന മൃത്യുദേവൻ ജനിച്ചു. ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ നിന്ന് കാമവും, പുരികക്കൊടികളിൽ നിന്ന് ക്രോധവും, ചുണ്ടുകളിൽ നിന്ന് ലോഭവും, മുഖത്തിൽ നിന്ന് വാഗ്ദേവിയും, ശിശ്നത്തിൽ നിന്ന് സമുദ്രങ്ങളും, ഗുദത്തിൽ നിന്ന് പാപത്തിന് ആശ്രയീഭൂതനായ നിര്യതിയും ഉണ്ടായി. ബ്രഹ്മദേവന്റെ നിഴലിൽ നിന്ന് കർദമ പ്രജാപതി ഉണ്ടായി. അദ്ദേഹം ദേവഹൂതിയുടെ ഭർത്താവാണ്. ഇപ്രകാരം ഈ ലോകം ബ്രഹ്മദേവന്റെ ശരീര അവയവങ്ങളിൽ നിന്നും മനസ്സിൽ നിന്നും ജനിച്ചു. തൻ്റെ സൃഷ്ടിയായ സരസ്വതിയെ കണ്ട ബ്രഹ്മദേവൻ ദേവിയുടെ സൗന്ദര്യത്തിൽ മോഹിതനായി തീർന്നു. സരസ്വതി ദേവിക്ക് ബ്രഹ്മദേവനോട് അഭിലാഷമുണ്ടായിരുന്നില്ല. എങ്കിലും ബ്രഹ്മാവ് ദേവിയെ കാമിച്ചു. അധർമ്മത്തിൽ ബുദ്ധി വെച്ച പിതാവിനെ കണ്ട് മരീചി മുതലായ പുത്രന്മാർ അദ്ദേഹത്തെ തടുത്തുകൊണ്ട് പറഞ്ഞു, അല്ലയോ പിതാവേ, അങ്ങ് വികാരത്തെ നിയന്ത്രിക്കാതെ ഇങ്ങനെ പുത്രിയെ കാമിക്കുന്നത് ശരിയല്ല. ഇപ്രകാരം ഒരധർമ്മം മുൻപ് ആരും ചെയ്തിട്ടില്ല, ഭാവിയിൽ ആരും ചെയ്യുകയുമില്ല. ജഗത്തിൻ്റെ മുഴുവൻ ഗുരുവായ അങ്ങ് മറ്റുള്ളവർക്ക് മാതൃകാപരനായി ജീവിക്കേണ്ട ആളല്ലേ? അങ്ങയെ അനുസരിച്ചാൽ നന്മയുണ്ടാകും എന്നു കരുതി എത്രയെത്ര ജനങ്ങളാണ് അങ്ങയുടെ ആചാരത്തെ പിന്തുടരുന്നത്. മറ്റുള്ളവരുടെ ബഹുമാന ആദരങ്ങൾക്ക് പാത്രീഭൂതനായ അങ്ങയുടെ ഈ പ്രവൃത്തി തീരെ ശ്ലാഘനീയമല്ല. ജ്ഞാനപ്രഭാവത്താൽ തന്നിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിച്ച ഭഗവാനു നമസ്കാരം. അവിടുന്ന് തന്നെ വേണം ഈ സന്ദർഭത്തിൽ ധർമ്മത്തെ രക്ഷിക്കാൻ. ഇങ്ങനെ തന്നെ ഉപദേശിക്കുകയും ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യുന്ന പുത്രന്മാരുടെ വാക്കുകൾ കേട്ട് ലജ്ജിതനായ ബ്രഹ്മദേവൻ സ്വന്തം ശരീരം ഉപേക്ഷിച്ചു. ഭയങ്കരമായ അതിനെ ദിക്കുകൾ സ്വീകരിച്ചു.
അതാണ് മൂടൽ മഞ്ഞായി തീർന്നത്. ബ്രഹ്മാവ് സങ്കല്പം കൊണ്ട് മറ്റൊരു ശരീരം സ്വീകരിച്ചു. ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ലോകങ്ങളെ പണ്ടത്തെ പോലെ താൻ എങ്ങനെ സൃഷ്ടിക്കും എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന ബ്രഹ്മദേവന്റെ 4 മുഖങ്ങളിൽ നിന്നുമായി 4 വേദങ്ങളുണ്ടായി. 4 പ്രകാരത്തിലുള്ള ഹോതാക്കളുടെ കർമ്മം, യജ്ഞകർമ്മ വിഭാഗങ്ങളുടെ നിരൂപണം, ഉപവേദങ്ങൾ, ന്യായശാസ്ത്രങ്ങൾ എന്നിവയോടു കൂടിയ ധർമ്മത്തിൻ്റെ 4 പാദങ്ങൾ, ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം എന്നീ ആശ്രമങ്ങൾ, അവയുടെ ചര്യകൾ എന്നിവയും ഉണ്ടായി. അതുപോലെ തന്നെ സത്യം, തപസ്, ദാനം എന്നിവയാണ് ധർമ്മത്തിൻ്റെ 4 പാദങ്ങൾ. ഋഗ്വേദം ബ്രഹ്മദേവൻ തൻ്റെ മുൻപിലെ മുഖത്തിൽ നിന്നും, യജുർവേദം വലത്തെ മുഖത്തിൽ നിന്നും, സാമവേദം പിന്നിലെ മുഖത്തിൽ നിന്നും, അഥർവവേദം ഇടത്തെ മുഖത്തിൽ നിന്നും സൃഷ്ടിച്ചു. ശസ്ത്രം ഹോതാവിൻ്റെയും യജ്ഞ ഉദ്ഗാതാവിൻ്റെയും, സ്തുതി സ്തോമം അധ്യരുവിൻ്റെയും, പ്രായശ്ചിത്തം ബ്രഹ്മൻ്റെയും കർമ്മങ്ങളാണ്. അവയെയും കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് എന്നീ മുഖങ്ങളിൽ നിന്നും സൃഷ്ടിച്ചു. ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം അല്ലെങ്കിൽ സംഗീതവിദ്യ, സ്ഥാപത്യം അല്ലെങ്കിൽ ശില്പവേല എന്നീ ഉപവേദങ്ങളെ ക്രമത്തിൽ കിഴക്ക് മുതലായ മുഖങ്ങളിൽ നിന്നും ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു. ഇതിഹാസങ്ങളും പുരാണങ്ങളും 5ാമത്തെ വേദമാണ്. അവയെ 4 മുഖങ്ങളിൽ നിന്നുമായി സൃഷ്ടിച്ചു. അങ്ങനെ ബ്രഹ്മദേവൻ തൻ്റെ സൃഷ്ടി തുടരുകയാണ്. ഇവിടുത്തെ ജീവജാലങ്ങളെ മാത്രമല്ല ബ്രഹ്മദേവൻ സൃഷ്ടിച്ചത്. ഇവിടെ മാനവരാശിക്ക് എന്തൊക്കെ ജ്ഞാനമാണോ വേണ്ടത് അവയെ ഓരോന്നിനെയും സൃഷ്ടിച്ചതും ബ്രഹ്മദേവൻ തൻ്റെ 4 മുഖങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഈ അധ്യായത്തിൽ ബ്രഹ്മദേവൻ്റെ സൃഷ്ടി തുടരുകയാണ്. ഈ ഭാഗം നമുക്കിവിടെ വെച്ച് അവസാനിപ്പിക്കാം. എല്ലാ കർമ്മങ്ങളും ദേവിയെയും ഭഗവാനെയും സങ്കല്പിച്ച് ചെയ്യുക. ദേവി എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാനെയും ദേവിയെയും രണ്ടായി കാണാതെ ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ ആ വിളി ചെന്ന് ഭഗവാന്റെ ഹൃദയത്തിലെത്തുമ്പോൾ അത് ദേവിയുടെ ഉള്ളിലേക്കാണ് ചെല്ലുന്നത്. കാരണം ലക്ഷ്മി ദേവിയാണ് ഭഗവാന്റെ ആ ശ്രീവത്സം എന്ന മറുകുള്ള മാറിൽ വിളങ്ങുന്ന ദേവി. അപ്പോൾ ഭഗവാനും ദേവിയും രണ്ടല്ല. നാം എപ്പോൾ ഭഗവാനെ ആരാധിക്കുന്നുവോ അപ്പോൾ ദേവിയും അതിനുള്ളിൽ തന്നെ, ഭഗവാന്റെ ഉള്ളിൽ തന്നെ അവിടെ സന്നിഹിതയാണ്. അപ്പോൾ ഒരാളെ, 2 പേർ ഒരുപോലെ നിൽക്കുമ്പോൾ ഒരാളെ മറന്നുകൊണ്ട് മറ്റേ ആളെ മാത്രം പ്രാർത്ഥിക്കുമ്പോൾ അതിലൊരാൾ തിരസ്കരിക്കപ്പെടുകയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ലക്ഷ്മി കടാക്ഷം നമ്മളിൽ ഉണ്ടാകാതെ വരും. അപ്പോൾ ഭൂമിയിലെ ജീവിതത്തിന് നമുക്ക് ലക്ഷ്മി ദേവിയുടെ പ്രസാദം എപ്പോഴും ആവശ്യമാണ്. അതിനുവേണ്ടി ദേവിയെയും ഭഗവാനെയും ഒരേപോലെ പ്രാർത്ഥിക്കുക, ഒരേപോലെ അവരുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. എല്ലാ കർമ്മങ്ങളും അമ്മയുടെയും പിതാവായ പരമ്പൊരുളായ ആദിനാരായണനായ ഭഗവാന്റെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരേ ഗോവിന്ദ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.